അതല്ലേ പറഞ്ഞ് അത്ഭുതം കണ്ടിട്ട് കാര്യമില്ല. അത് ആര് പറഞ്ഞാലും ശരി, അത് ഏത് സമസ്തക്കാർ ആരൊക്കെ പറഞ്ഞാലും പരിശുദ്ധമായ ദീനിന്റെ അടിസ്ഥാനത്തെയാണ് നിങ്ങൾ തകർത്തുകൊണ്ടിരിക്കുന്നത്. മഹാന്മാരെ കറാമത്തും അല്ലാതെ ഏതൊക്കെ ആളുകൾ ചെയ്യുന്ന സേവകളും എത്ര അന്തരമുണ്ട് മണ്ടന്മാർ മനസ്സിലാക്കുന്നില്ല. ഇത് അള്ളാഹുവിന്റെ ഔലിയാക്കളെ കറാമത്തിന്റെ അവസ്ഥ എന്താണ്? മുഅ്ജിസത്തിന്റെ ബഹുമാനം എന്താണ്? മൂസാ നബി ചോദിക്കുന്നു, എന്നാൽ ഈ അത്ഭുതങ്ങൾക്ക് പ്രസക്തിയില്ലെങ്കിൽ ഇത് ചോദിക്കുന്ന മൂസാ നബിക്ക് സ്ഥാനമുണ്ടോ? ആളുകൾ ഇത് ചിന്തിക്കില്ലേ? അമ്പിയാക്കന്മാരെ മണ്ടന്മാരായി മനസ്സിലാക്കുന്ന അവസ്ഥയിലേക്കാണ് ഇന്ന് ഇവരുടെ വയലുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കൊണ്ടോട്ടി അടുത്ത് തന്നെ വന്ന് കൊട്ടപ്പുറത്തൊക്കെ വെച്ച് പേരോട് പ്രസംഗിച്ചില്ലേ, അത്ഭുതം അതിന്റെ പിന്നാലെ പോകണ്ട. സിറാജുലുദ്ദീൻ അത്ഭുതം അത് വേറെ പറയാ. അത്ഭുതമുണ്ടായെങ്കിലും അത് ചിലപ്പോൾ ജിന്നിന്റെ സേവയാകാം. ദുബായിലെ കാര്യം ഒരാൾ പറഞ്ഞാൽ അത് ചിലപ്പോൾ ജിന്ന് പെട്ടെന്ന് പോയി വന്നതാകാം. ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങൾ, ഒരു ഉദാഹരണം പറയാം. അത് പുതിയ തൗഹീദാ. അത്ഭുതത്തിന്റെ പിന്നിൽ പോകാൻ പാടില്ല. എല്ലാ അത്ഭുതം കറാമത്താങ്ങായി തന്നെ. ഞാൻ എന്നോട് ചോദിക്കട്ടെ, ഈ ഒരുപാട് അത്ഭുതം കാണിക്കുന്നുണ്ട് നമ്മളെ, നിങ്ങൾ കള്ളന്മാരാന്ന് പറഞ്ഞ ലേഖനത്തില്ലോ ആലുവ തൊടിയക്കത്ത് യൂസുഫ് സുൽത്താൻ്റെ ഒരേ അത്ഭുതങ്ങളുണ്ട്. അത് കറാമത്താ മുജിസത്താന്ന് പറയോ? എന്നെ ഞാൻ വെല്ലുവിളിക്കുന്നു. ആണത്തിന് എനിക്ക് ഈ 2006 സുന്നിയഫ്കാരുടെ ലേഖനം എഴുതിയിട്ടില്ലേ? എൻ്റെ ശൈഖിന്റെ നിർദ്ദേശപ്രകാരം അയാൾ പേച്ചാളെന്നുള്ളത്. അയാൾ എത്ര അത്ഭുതം കാണിക്കുന്നുണ്ട്, എത്ര അത്ഭുതം പറയുന്നുണ്ട് അയാളെ പറ്റി. അത് കറാമത്താണോ? നമുക്ക് പറയാൻ തരുന്നുണ്ടോ? ഇനി പോട്ടെ, ഈ അത്ഭുതത്തിന്റെ പിന്നിൽ എത്ര പൊട്ടന്മാരാ അത്ഭുതത്തിന്റെ പിന്നിൽ പോവുള്ളൂ. ഞങ്ങൾ അത്ഭുതത്തിന്റെ പിന്നിൽ പോകില്ല എന്ന് നിങ്ങൾ പ്രസംഗിച്ചിട്ടില്ലേ? എൻ്റെ പഴയ തൗഹീദ് കണ്ടോ? ഇത് എന്താ മനസ്സിലാക്കിയത്? ഇത് ആരെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് കണ്ടോ? നൗഷാദ് പറഞ്ഞേ അത്ഭുതത്തിന്റെ പിന്നിൽ പോകുന്നതൊക്കെ പൊട്ടന്മാരാണ്. എങ്ങനെയുണ്ട്? പരടോ മറുപടി വന്ന് കണ്ട് ക്ലിപ്പ് ഞാനുണ്ട്. ആണത്തുണ്ടെങ്കിൽ വാ, കുറച്ച് പണി ഉണ്ടാവും മോനെ. ഇത് ആൾക്കാർ വേറെ, മനസ്സിലായോ? ഇതൊക്കെ എൻ്റെ കുഞ്ഞാടോട് പറയാം, ഞങ്ങളെ മുമ്പിൽ നടക്കില്ല. ഞാൻ അടുത്ത ക്ലിപ്പിടുന്നേ മറുപടി പറയാൻ ഞാൻ വെല്ലുവിളിക്കുന്നത് കണ്ടോ? ഇതാണ് നിങ്ങളെ പോലാണിത്. ഞങ്ങളാണ്ട് കാണിക്കാൻ തുടങ്ങിയ എത്ര ഉണ്ടെങ്കിൽ നേരം പോലത്താൽ തീരില്ല. ഒക്കെ നമ്മളെ കൈ സ്റ്റോക്കാ, മനസ്സിലാക്കിക്കോ. തൊള്ള തുറക്കുമ്പോൾ ആലോചിച്ചോളി. എന്നാ ഏറ്റവും അത്ഭുതങ്ങളെ പിന്നിൽ അത്ര പൊട്ടന്മാരല്ലാതെ ആരെങ്കിലും പോകുമോ? ഞങ്ങളാരും ഒരത്ഭുതങ്ങളുടെ പിന്നിലും പോയിട്ടില്ല. ഞങ്ങൾ ഇന്നുവരെ അങ്ങനെ ഒരു അത്ഭുതത്തിന്റെ പിന്നിലും പോയിട്ടില്ല, പോവുകയുമില്ല. അങ്ങനെ എനിക്ക് എന്ത് പറയാണ്ട്? ഇത് പഴയ തൗഹീദ് പഠിച്ചോ. ഇതോടെ പ്രസംഗിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ നാടിനടുത്തുള്ള ചേറൂർ വെച്ചിട്ട് ആദർശ മുന്നേറ്റം നടത്തിയിട്ട് 2016 നൗഷാദ് പ്രസംഗിച്ച പരിശോധിച്ച് നോക്കണോ. ഇല്ലെങ്കിൽ പറയും, മനസ്സിലായോ? ഫേറുസ്താദിന്റെ സിറാജുലുദ്ദീൻ അത്ഭുതങ്ങൾ എന്ന ബുക്കിനെ ചോദ്യം ചെയ്തിട്ടാണ് ഞങ്ങൾ അത്ഭുതത്തിന്റെ പിന്നിൽ പോയിട്ടില്ല, പോവില്ല, നിങ്ങളാണ് അത്ഭുതത്തിന്റെ പിന്നിൽ പോയ ആൾക്കാർ എന്ന് പറഞ്ഞിട്ട് ഉസ്താദിന്റെ 2ാം പ്രസംഗത്തിനെ ഗണ്ണിച്ചുകാണ്ട് പറഞ്ഞതാ. അപ്പോൾ അത്ഭുതത്തിന്റെ പിന്നിൽ പോണവരൊക്കെ പൊട്ടന്മാരാണ്. ഇവിടെ ആരാ പഠിപ്പിച്ചേ? ഞങ്ങളാ. പഴയ തൗഹീദാടോ, വന്ന് പറയടോ, പറയ്, ധൈര്യം ഉണ്ടോ? കുറച്ച് പണി ഉണ്ടാവും വരി. ഇതാ സ്റ്റേജിൽ കയറിയിട്ട് ഇങ്ങനെ 4 പിലോട്ടുകളെ മുദ്രപ്പിച്ച് കണ്ട് പറയുന്ന സുഖം ഉണ്ടാവില്ല. നേർക്ക് നേരാണ് മുട്ടുമ്പോൾ കേട്ടോ. ഈ തൗഹീദ് ഏപ്പിക്കാർ തൗഹീദ് പഴയതും പുതിയതെന്ന് പറഞ്ഞ് നടക്കല്ലേ. കാണിച്ചു ഞങ്ങള് നിങ്ങളെ തൗഹീദ് ഞങ്ങൾ എടുക്കുകയാണെങ്കിലോ ഇപ്പൊ എത്ര 2.5 സാമ്പിൾ ഞാൻ കാണിച്ചു. എത്ര ഉണ്ടെങ്കിൽ നിങ്ങൾ തൗഹീദ് പറഞ്ഞാൽ എന്താ പറയണ്ടേ? എനിക്കറിയാലോ എന്താ പറയുന്നില്ലേ. മേലെ സ്വപ്നം ആ ഭാഗ്യ പിടിച്ച് അതിങ്ങനെ തൗഹീദ് മാറിയെന്ന് പറഞ്ഞാൽ നടക്കുക. നിങ്ങളിപ്പോൾ ഞങ്ങൾ ഇന്ന് എത്ര കാണിച്ചു മാറിയത്? എത്ര ഞങ്ങൾക്ക് കാണിക്കാണ്ട്? കുറച്ച് പണി ഉണ്ടാവും മോനെ. കുഞ്ഞായ്മ ഉണ്ടല്ലോ ഇതിലേ. തൊള്ള തുറന്ന് വരിടാ ആൺകുട്ടികളാണെങ്കിൽ. നിങ്ങൾ വിചാരിച്ച ഗ്രൂപ്പല്ലത് കേട്ടോ. കാണുന്ന അത്ഭുതങ്ങളെ പിന്നിലൊന്നും പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധ ദീനിന്റെ അടിസ്ഥാനത്തെ തകർക്കുകയാണെങ്കിൽ ആദ്യം തകർത്ത് എൻ്റെ നൗഷാദാ. ക്ലിപ്പാ നേട്ടുകൾ എന്തെങ്കിലും പറയണ്ട എനിക്ക്? പറയടോ, വന്ന് വരിടോ. മനസ്സിലായോ? നിങ്ങളാണ് തകർത്തേ. കാണുന്ന അത്ഭുതം ഒന്നും കറാമത്തല്ലടോ, അത് പഠിച്ചോ. എല്ലാ അത്ഭുതം കറാമത്താ. ആരാനോട് പറഞ്ഞേ? കറാമത്താകണമെങ്കിൽ അതിന് നിബന്ധനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ അമ്പിയാക്കളിൽ നിന്ന് ഉണ്ടാകുന്ന അത്ഭുതങ്ങൾക്കാണ് കറാമത്ത് മുജിസത്ത് എന്ന് പറയല്. അല്ലാതെ ഏതെങ്കിലും അണ്ടനാടകോരനെ എവിടെയെങ്കിലും അത്ഭുതം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ സ്വീകരിക്കണം. ആരാണ് പഠിപ്പിച്ച്? ഏത് ഇസ്ലാമിലുള്ളത്? അതിനാണ് ഞാനോട് ചോദിച്ചേ. ഇജ് പേച്ചാളാന്ന് പറയണേ ആലുവ തൊലിക്കത്ത് എടുക്കുക. നിങ്ങൾ എത്ര സ്ഥലത്ത് നിന്ന് പേച്ചാന്ന് പറയണ്ടേ? ഓല് എന്തെല്ലാം അത്ഭുതം പറയണ്ടേ? അയാളൊരു വീട്ടിൽ പോയിട്ട് ആ വീട്ടിൽ മാർബിളിൽ പ്രത്യേക കുബ്ബന്റെ അടയാളം വന്നു. അത് ഇയാളെ കറാമത്തായിട്ട് ഈ ആലുവക്കാർ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് കറാമത്താന്ന് പറയോ?
അപ്പോൾ ആരോടെ വന്ന് കണ്ട് ആ ക്ലിപ്പ് വേണമെങ്കിൽ ഞാൻ ഹാജരാക്കി തരാം. ഇന്നും യൂട്യൂബിൽ നോക്കിയാൽ കിട്ടും. മുമ്പ് ഞാൻ ആ ക്ലിപ്പ് ഈ ഗ്രൂപ്പിൽ ഇട്ടീനി, കൊല്ലങ്ങൾക്ക് മുമ്പ്. മനസ്സിലായോ? അത് പറയോ കറാമത്താന്നുള്ളത്? ചിലപ്പോൾ ഇപ്പോൾ പറഞ്ഞില്ല. എൻ്റെ പഴയ തോതും പുതിയ തോതും വ്യത്യാസം ഉണ്ടല്ലോ. മുമ്പ് 90% കള്ളത്തൊലിക്കത്താന്ന് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞെങ്കിൽ എന്താ? കള്ളത്തൊലിക്കത്തുകാരനല്ല, കള്ളത്തൊലിക്കത്ത് തന്നെ സംഭവം തന്നെ ഇല്ല. അപ്പോൾ ആൽവക്കാർ കള്ളത്തൊലിക്കത്തല്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞിങ്ങളെ. അതിപ്പോൾ നിങ്ങൾ മാറ്റും. പക്ഷേ നിങ്ങൾ മുമ്പ് പറഞ്ഞ ക്ലിപ്പൊക്കെ ഞങ്ങൾ കയ്യിലുണ്ട്. അത് മനസ്സിലാക്കിക്കോളിൻ്റെ, ആലോചിച്ച് പറഞ്ഞോളിൻ്റെ, വിവരം അറിയും. മനസ്സിലായോ? നിങ്ങളാ ഞങ്ങൾ ഉസ്താദന്മാരെ ചോദ്യം ചെയ്ത് നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് തൗഹീദ് പേച്ച് വരാൻ നടക്കുന്നുണ്ട് തന്നെ. അച്ഛൻ പണി ഉണ്ടാവും മോനെ. ആയിരക്കണക്കിന് കാണിക്കാൻ ഞങ്ങൾക്കുണ്ട്. മനസ്സിലാക്കിക്കോ. ഇതേമാതിരി പറഞ്ഞേ മുമ്പ് എത്ര 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 കാണിച്ചു ഞങ്ങൾ ഞങ്ങൾ തൗഹീദ് മാറി എന്ന് പറഞ്ഞ് വല്ലാതെ നടക്കൂല. കാരണം നിങ്ങളത് ഇങ്ങനെ ഞങ്ങൾ കാണിക്കുമ്പോഴേ വലിയ സുഖം ഉണ്ടാവില്ല.